നമസ്കാരം. മഹിളാ മോർച്ച നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി മഹിളാ മുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചു. പ്രഭാത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ സമാപിച്ചു. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി ഉദ്ഘാടനം ചെയ്തു. സൗത്ത് എന്നും വേർതിരിച്ച് ഭാരതത്തെ വിഘടിപ്പിക്കാൻ കോൺഗ്രസും CPM-ഉം ബോധപൂർവം ശ്രമം നടത്തുന്നു. ഭാരതത്തെ ഒന്നായി കാണുന്നതിന് പകരം ദേശത്തിന്റെയും വർഗത്തിന്റെയും അടിസ്ഥാനത്തിൽ വിഘടിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വനിതാ സംവരണ ബിൽ അട്ടിമറിച്ച CPM കോൺഗ്രസ് കൂട്ടുകെട്ടിനെതിരെ മഹിളാ മോർച്ച കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി കണ്ണൂരിൽ സംഘടിപ്പിച്ച മഹിളാ മുന്നേറ്റ യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. 2014 മുതൽ 2016 വരെയുള്ള NDA ഗവൺമെന്റ് സ്ത്രീകൾക്ക് വേണ്ടി ധാരാളം പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ. 2014 NDA ഗവൺമെന്റ് ആദ്യമായി അധികാരത്തിലെത്തിയ അന്നു മുതൽ ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ ഇന്ന് ഈ നിമിഷം വരെ നമ്മുടെ NDA ഗവൺമെന്റ് ഭാരതത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഓരോ പദ്ധതികളും നമുക്ക് എണ്ണി പറയാൻ സാധിക്കും. 2014 ആദ്യമായിട്ട് നമ്മൾ അധികാരത്തിൽ വരുന്ന സമയത്ത് നമുക്കറിയാം, ശ്രീമാൻ നരേന്ദ്രമോദിജി അദ്ദേഹം ട്രെയിനിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ള കാഴ്ചകൾ കാണുകയുണ്ടായി. അതായത് ഏകദേശം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കേണ്ടി വരുന്ന സ്ത്രീജനങ്ങളുടെ ബുദ്ധിമുട്ടിനെ കണ്ടിട്ടാണ് അദ്ദേഹം ഭാരതത്തിലുടനീളം പബ്ലിക് ടോയ്ലറ്റുകൾ നിർമ്മിക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് സ്വച്ഛ് ഭാരത് അഭിയാൻ കൊണ്ടുവരുന്നത്. സ്ത്രീകളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ സ്ത്രീജനങ്ങളുടെ പേരിലേക്ക് റേഷൻ കാർഡ് മാറ്റുക എന്നുള്ള വിപ്ലവകരമായ തീരുമാനമെടുത്ത ഗവൺമെന്റിന്റെ പേരാണ് NDA ഗവൺമെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, LPG കണക്ഷൻ ഉജ്ജ്വൽ യോജന വന്നതിന് ശേഷം ഈ നാട്ടിലെ ഓരോ കുടുംബത്തിലെയും സ്ത്രീജനങ്ങളുടെ പേരിൽ ഗ്രഹനാഥയുടെ പേരിലേക്ക് LPG കണക്ഷൻ, ഗ്യാസ് കണക്ഷൻ മാറ്റുക എന്ന് പറയുന്ന വിപ്ലവകരമായ തീരുമാനവും നമ്മൾ തന്നെ എടുത്തത്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഏക പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഓരോ കാലഘട്ടത്തിലും അവൾക്ക് ഉപകാരപ്രദമാകുന്ന അനേകായിരങ്ങളായിട്ടുള്ള പദ്ധതികൾ കഴിഞ്ഞ ഒരു 10-12 വർഷക്കാലം കൊണ്ട് NDA ഗവൺമെന്റ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. 6 പതിറ്റാണ്ട് ഭാരതം ഭരിച്ച കോൺഗ്രസ് വനിതാ സംവരണം നടപ്പിലാക്കിയില്ലെന്ന് മാത്രമല്ല, പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ് തടയുകയായിരുന്നു. 55 കോടി ജനസംഖ്യ ഉള്ളപ്പോഴാണ് ഭാരതത്തിൽ 543 ലോക്സഭാ സീറ്റുകൾ നിലവിൽ വന്നത്. ഇപ്പോൾ ജനസംഖ്യ 145 കോടിയിലധികമാണ്. സ്വാഭാവികമായും ആനുപാതികമായി ലോക്സഭാ സീറ്റുകളും വർദ്ധിക്കണം. 50% സീറ്റ് വർധന വന്നാൽ കേരളത്തിലെ 20 സീറ്റ് 30 സീറ്റായി വർദ്ധിക്കുമായിരുന്നു. അന്ധമായ രാഷ്ട്രീയ വിരോധം കാരണം സ്ത്രീകൾക്ക് പാർലമെന്റിൽ ലഭിക്കാവുന്ന 33% സംവരണമാണ് പ്രതിപക്ഷം ഇല്ലാതാക്കിയത്. വനിതാ സംവരണം മോദി സർക്കാരിന്റെ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമാണെന്നത് കേവലം രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. പക്ഷെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി കൃത്യമായ പദ്ധതികൾ കൊണ്ടുവരികയും അതിനുവേണ്ടി കഴിഞ്ഞ കാലം അത്രയും പ്രവർത്തിക്കുകയും ചെയ്ത പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നമുക്കറിയാം, ഈ 33% സംവരണം കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങളാണ് ആദ്യമായി വനിതാ ബില്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നൊക്കെ പറയാൻ കോൺഗ്രസിന് സാധിക്കും. ഞാൻ അവരോട് ഒന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ, കഴിഞ്ഞ 60 വർഷക്കാലം നിങ്ങൾ ഭാരതത്തിൽ ഭരിച്ചിട്ട് എന്തുകൊണ്ടാണ് പലതവണ ഈ ബില്ല് ലോക്സഭയിൽ വന്നിട്ടും നിങ്ങൾക്കിത് പാസ്സാക്കി വിടാൻ സാധിക്കാത്തത്? ശ്രീസുധ സോമകുമാർ സ്വാഗതവും ജയശ്രീ കടമ്പേരി നന്ദിയും പറഞ്ഞു. മഹിളാ മോർച്ച നേതാക്കളായ PP ജസ്ന, വിനീത കുളത്തൂർ, സ്മിത ആറ്റടപ്പ എന്നിവർ നേതൃത്വം നൽകി. യുവമോർച്ച, പട്ടികജാതി മോർച്ച, OBC മോർച്ച, കർഷക മോർച്ച എന്നീ സംഘടനകൾ അഭിവാദ്യം ചെയ്തു.